ദുരൂഹത ഏറെ കേട്ടവർക്കാകെ നൽകിയ ഒരു കേസ് തന്നെയാണ് കുവൈത്തിൽ ദമ്പതികൾ മരണപ്പെട്ട വിഷയം. സ്നേഹിച്ച് വിവാഹം കഴിച്ച ഇരുവരും അതുപോലെ തന്നെ സ്നേഹത്തിൽ തന്നെയാണ് ജീവിച്ചിരുന്നത് എന്നാണ് ഇവരെ അടുത്തറിയുന്നവരൊക്കെ പറഞ്ഞത്. പിന്നീട് എത്തരത്തിലാണ് ഇവർ സ്വയം കുത്തിമരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നത് എന്നുള്ള കാര്യം കേട്ടവർക്കാകെ ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് സൂരജ് എന്ന് പറയുന്ന ഈ ഭർത്താവ് ബിൻസി എന്ന ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം സ്വയം കുത്തിമരിക്കുകയായിരുന്നു എന്നുള്ള വാർത്ത നമ്മൾ അറിഞ്ഞത്. എന്നാലും ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, അല്ലെങ്കിൽ മൂന്നാമതൊരാൾ ഇതിൽ പങ്കെടുത്തോ എന്നുള്ള കാര്യത്തിൻ്റെ വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പല യൂട്യൂബ് ചാനലുകളും അവർക്ക് തോന്നുന്ന തരത്തിൽ ഈ വിഷയത്തെ വ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായിരുന്നത്. കുവൈത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരുവരും ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് വേണ്ടി തങ്ങളുടെ മക്കളെ ബിൻസിയുടെ വീട്ടിലാക്കി പോയതിനു ശേഷമാണ് ഇത്തരമൊരു ദാരുണ അന്ത്യത്തിലേക്ക് എത്തിയത്. മരണത്തിന് തൊട്ടു മുമ്പ് ഇവരുടെ ഫ്ലാറ്റിൽ നിന്നും ബഹളം കേട്ടിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി. ഭാര്യയായ ബിൻസിയെ കൊലപ്പെടുത്തിയതിനു ശേഷം സൂരജ് കൂട്ടുകാർക്ക് വിളിച്ച് ബിൻസിയെ കൊലപ്പെടുത്തിയെന്നും ഞാനും പോകുകയാണ് എന്ന് സന്ദേശം അയച്ചതിൻ്റെ തെളിവുകളെല്ലാം പോലീസ് നിരത്തി. ഇവരുടെ ഇടയിൽ സംഭവിച്ചത് കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് ബിൻസിയെ പേഴ്സണലി അറിയുന്ന ഒരാൾ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ വോയിസ് സന്ദേശത്തിൽ വ്യക്തമാക്കിയത് ഇവരുടെ മരണകാരണം. ബിൻസിക്ക് മുകേഷ് എന്ന് പറയുന്ന തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരാളുമായി അടുപ്പമുണ്ടായിരുന്നെന്നും ഭർത്താവായ സൂരജ് ഈ കാര്യം അറിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ ഇടയിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടായത് എന്നുള്ളതാണ് ആ വോയിസ് ക്ലിപ്പുകൾ വ്യക്തമാക്കുന്നത്. ബിൻസിയും സൂരജും ദീർഘകാലം പ്രണയിച്ചാണ് വിവാഹിതരായത്. അങ്ങനെയിരിക്കെ ഇവർക്ക് 2 കുട്ടികളുമുണ്ട്. ആയിടയിൽ താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യ മറ്റൊരാളുമായി അടുപ്പത്തിലാണ് എന്നുള്ള കാര്യം ഈ ഭർത്താവിനെ ആകെ വിഷമത്തിലാക്കി എന്നുള്ളതാണ് ഈ വാർത്തകൾക്ക് പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ അയാൾ ഇനി ഈ ജീവിതം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ബിൻസിയെ കൊലപ്പെടുത്തുകയും സ്വയം മരിക്കുകയും ചെയ്തു. ഇതാണ് ഈ വാർത്തയിൽ നിന്നും ഇപ്പോൾ മനസ്സിലാക്കിയത്. നമസ്കാരം, എൻ്റെ പേര് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ചില വീഡിയോസിൽ നേഴ്സസ് കപ്പിൾസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ കുറേ ഫേക്ക് ന്യൂസുകളായിട്ടാണ് വരുന്നത് ഒരുപാട് ചാനൽസിൽ. അപ്പം ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ കാരണം അതുകൊണ്ട് തന്നെ പുറത്ത് വരുന്നില്ല. അത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്ററിൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആരെങ്കിലും അറിയിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അറിയിക്കുക, സത്യങ്ങൾ പുറത്ത് വരട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തതാണ്. അതിൽ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയാണ് എല്ലാ വീഡിയോസും പോസ്റ്റുകളെല്ലാം വരുന്നത്. കാര്യം അവർ നേഴ്സിംഗ് പഠിപ്പിക്കുന്നു, ജോലി വാങ്ങി കൊടുക്കുന്നു, അങ്ങനെയൊന്നും അതൊക്കെ. പിന്നെ അയാൾ സൈക്കോ ആണെന്നും പിന്നെ സംശയരോഗിയാണെന്നും ഡെയിലി മർദ്ദിക്കാറുണ്ടെന്നും അങ്ങനെയൊക്കെയുള്ള കുറേ ഫേക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് എല്ലാ വീഡിയോസിലും. അപ്പോൾ ആരോ ഒരാൾ ഇറക്കിയ വീഡിയോസ് ബാക്കിയുള്ള എല്ലാവരും കോപ്പി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാവരും ഇതാണ് പറയുന്നത്. ഇതിൽ അവരെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിലവർ പറയുന്നതെന്ന് വെച്ചാൽ ചില യൂട്യൂബേഴ്സൊക്കെ സംശയിക്കുന്നത് പോലെ ഇതിൽ മൂന്നാമതൊരാളിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രസൻസ് എന്ന് വെച്ചാൽ അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം ഇത് ഹസ്ബൻഡ് അറിഞ്ഞു. അങ്ങനെയാണ് ഇത് വിഷയം ഉണ്ടായത്. അത് കൊലപാതകത്തിലോട്ട് പോയത്. ഈ ആൾ മുകേഷ് എന്നാണ് അയാളുടെ പേര്. അയാൾ ഈ സിസ്റ്ററിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്.